എനിക്കൊരു ആദ്യം ചേട്ടൻ പറ. അതെന്ത് പറയണം, എങ്ങനെ തുടങ്ങണോന്ന് എനിക്കറിയില്ല. അറിയില്ലേ പിന്നെ എന്തിനാ ചേട്ടാ എന്നെ വിളിച്ചു വരുത്തി? ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഉറങ്ങത്തില്ലായിരുന്നു. ആദ്യമായിട്ടാണേ തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ട്. അതിനെപ്പറ്റി വിഷമിക്കണം, ധൈര്യമായിട്ട് തുടങ്ങിക്കും. പറയട്ടെ. അത് പിന്നെ പിന്നെ എന്നാ ഞാൻ പറയട്ടെ. കുളത്തി മുക്കി എങ്ങനെ പൊങ്ങുന്നല്ലേ, അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട. നമുക്ക് അച്ഛനെ വിളിക്കാം. അച്ഛാ കണ്ടപ്പാ, നീ വന്നിട്ട് ഇപ്പൊ കൊറേ ദിവസമായല്ലോ. ഇതുവരെ ഈ കുളിയും തേവാരും അല്ലാതെ നിന്റെ പ്രതിജ്ഞ എന്തുവായി? ഞങ്ങൾ അതിനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തോണ്ടിരിക്കുക. എവിടെ? കുളത്തില്? മനസ്സില്. എത്രയും പെട്ടെന്ന് അമ്മച്ചാന്റെ പൊലകുളി നടത്താനുള്ള പദ്ധതി ആവിഷ്കരിക്കും. എന്നിട്ടാവാ ഇനി കുളി. അപ്പൊ എനിക്ക് ഈ ജന്മം കുളി. നിന്റെ പ്രതിജ്ഞ നിറവേറ്റിയാൽ സ്വർണം നിനക്കുള്ളതാ. എത്ര പവൻ? എന്റെ മോള് സ്വർണം നിനക്കുള്ളതാണെന്ന് ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. മോളിഞ്ഞു വാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം പിന്നെ പറയാം, കുളിക്കട്ടെ. നീ വാ, നീ കുളി. അയ്യോ, നീ കുളി കുളി കുളി. ഇങ്ങോട്ട് പോടി. കനകം, മച്ചാനെ ഓടിക്കാൻ മരങ്ങോടൻ കണ്ണപ്പനെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച നീയല്ലേ? അതുകൊണ്ട് അവൻ വന്നല്ലോ. എന്നാലേ അവൻ മച്ചാനെ വിട്ടിട്ട് നിന്റെ മോളെ തപ്പു. തപ്പിയാൽ എന്താ? അച്ഛനല്ലേ പറഞ്ഞ കണ്ണപ്പൻ എന്നെ കൊണ്ട് എന്നെ കെട്ടിച്ചേരാന്ന്. എന്നും പറഞ്ഞു നീ അവൻ കുളിക്കുന്ന നോക്കിക്കൂടി. കുളിക്കുന്ന നോക്കി നിന്നാലെന്താ? കുളിക്കുന്ന നോക്കി നിന്നാൽ എന്താ? എന്റെ ദൈവമേ, ഞാൻ അന്നേ പറഞ്ഞതാ. നീ എന്തോ പറഞ്ഞു? കൂടെ പോയി കുളിക്കണമെന്നോ? മേലെ കണ്ണപ്പനെ നിന്നെയും കൂടി ഒരുമിച്ച് കണ്ടാ മുട്ടുകാലൂടി. ഒരു കാര്യം ഞാൻ പറയാം, ആ മച്ചാനെയും പെണ്ണിനെ ഇവിടെ ഓടിച്ചു വിടാൻ വേണ്ടി നിന്നെയല്ല എവിടെ വരെ ഞാൻ ആരുടെ കൂടെ കെട്ടിച്ചു വിടാൻ പറയും. പക്ഷെ അത് പറച്ചില് മാത്രം. അത് കേട്ടോണ്ട് രണ്ടുപേരും അഴിഞ്ഞാടം നടന്നാലേ കുത്തിയെരിഞ്ഞ് കുളത്തിലെറിയും. എന്നെ എന്തിനാ കുളത്തിലെറിയുന്നേ? കുളം കലക്കാൻ. അതിന് വെള്ളമുണ്ടല്ലോ. നീ ആ ബെസ്റ്റ്.